രാവിലെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര ഒരു വൈബാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇലകളും കാടും മരങ്ങളും പുൽമേടുകളും എല്ലാം ഇങ്ങനെ മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന ഒരു കാഴ്ച, മഞ്ഞ് തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് ഭൂമിയിലേക്ക് പതിക്കുന്ന ഒരു കാഴ്ച, ഇതൊക്കെ ആസ്വദിച്ച് രാവിലെ ഉള്ളൊരു നടത്തം ശരിക്കും നമ്മുടെ മൈൻഡിനെ അങ്ങോട്ട് പിടിച്ച് ഒലയ്ക്കുമെന്ന് പറയാം. നമ്മളിൽ പലർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ എല്ലാ കാഴ്ചകളും നമ്മൾ കണ്ടു കഴിഞ്ഞു, കേരളത്തിൽ ഇനി ഒരു സ്ഥലങ്ങളും ഇല്ലെന്നുള്ളത്. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് കൂടിയുള്ളൊരു വീഡിയോ ആണിത്. കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം കൂടി നമ്മളിത് റിവീൽ ചെയ്യാൻ പോവുകയാണ്, പുറം ലോകത്തേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ മംഗലം ഡാമിനകത്താണ്. ഈ മംഗലം ഡാമിൻ്റെ അങ്ങേയറ്റത്തുണ്ടോ കുറേ മലനിരകൾ, അതായത് അവിടെ നിന്ന് നെല്ലിയാമ്പതി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ്, നെല്ലിയാമ്പതി മലനിരകൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിൻ്റെ പുറകിൽ പറമ്പിക്കുളം ഉണ്ട്, പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് വാൾപ്പാറ. അങ്ങനെ ആ മലനിരകൾ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഇന്ന് വരെ പുറംലോകത്ത് അറിയപ്പെടാതെ കിടക്കുന്ന ഒരു വലിയ മഞ്ഞു മൂടിയ മലനിരകളുണ്ട്. നല്ല സൂപ്പർ ക്ലൈമറ്റൊക്കെ ഉള്ള ഒരു കാടിനകത്തുള്ള ഒരു വലിയ മലനിര. വർഷങ്ങൾക്ക് മുന്നേ 10-30 വർഷങ്ങൾക്ക് മുന്നേ ഒരു സഞ്ചാരി, കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സഞ്ചാരി അവിടെ എത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാനും ആ സ്ഥലത്തിൻ്റെ മനോഹാരിത നുകരാനും വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ശ്രീകാന്ത് ഉണ്ട്. ഹായ് ശ്രീകാന്ത്. ശ്രീകാന്തിന്റെ ഫാമിലി ഉണ്ട്. ഹായ്, ഒന്ന് പരിചയപ്പെടുത്ത്. ദിവ്യ. ഓക്കെ, ടീച്ചറാണല്ലേ? ടീച്ചറാണ്. ഓക്കെ. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളിവിടെ സംസാരിച്ചോണ്ട് വരായിരുന്നു, 3 കെമിസ്ട്രി ടീച്ചേഴ്സിനെ കൊണ്ടാണ് പോണത് കേട്ടോ. അപ്പൊ കാറ് മൊത്തം കെമിസ്ട്രിയാണ്. അവിടെ ചെല്ലുമ്പോൾ H2SO4 ഒക്കെ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. അമ്മ ടീച്ചറാണ്, എൻ്റെ വൈഫ് സ്കൂളിലെ ടീച്ചറാണ്, ശ്രീകാന്തിന്റെ വൈഫും ടീച്ചറാണല്ലേ സ്കൂളിലെ. ഓക്കെ. ജസ്റ്റ് തൃശ്ശൂരിൽ നിന്ന് ഒരു 1.5 മണിക്കൂർ ട്രാവൽ ചെയ്താൽ ഇതേ ഇത്രയും കാട്ടിനകത്ത് ഇതേ നല്ലൊരു വെള്ളച്ചാട്ടത്തിലെത്താം. ഈ സ്ഥലത്തിൻ്റെ പേരാണ് കടപ്പാറ കേട്ടോ. എനിക്ക് തോന്നുന്നു അധികം പുറം ലോകത്തിന് വലിയ പരിചയമില്ലാത്തൊരു സ്ഥലമായിരിക്കും ഇത്. നമ്മളിങ്ങനെ വന്നപ്പോൾ ഈ ഒരു അരുവി അല്ലെങ്കിൽ ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ വെള്ളത്തിന്. ഷൂട്ടിംഗ് കഴിഞ്ഞതാ 19ാം നൂറ്റാണ്ടിന്റെ മെയിൻ നടനൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്തു. സിജു വിൽസനൊക്കെ. പിന്നെ ഉണ്ടോന്ന് പെണ്ണുങ്ങളെ ഞങ്ങള് കണ്ടില്ല. ഒരു വണ്ടിയില് ഇങ്ങനെ ഒരുങ്ങി ഇവിടെ വണ്ടി താഴെ നിർത്തി. പിന്നെ കുറെ വണ്ടികൾ മുകളിൽ. ഞങ്ങക്ക് നല്ലൊരു വരുമാനം അവർ തന്നു കേട്ടോ. സിനിമാക്കാര് ചായയും കടികളും 10-50 കടികളൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിടും. ഞങ്ങള് 10-50 ഊണ് 40 ഊണ് 30 ഊണൊക്കെ ഇവിടുന്ന് കയറ്റി വിടും. വണ്ടി കൊണ്ടുവന്നവർ കൊണ്ടുപോകും. അതോടുകൂടി ഞങ്ങളുടെ ഒരു 10,000 രൂപയും പോയി. ഞങ്ങളുടെ ഒരു 10,000 രൂപയുടെ പാത്രവും അവര് പോയപ്പോ തന്നിട്ട് പോയില്ല, അവര് വിട്ടുപോയി. അതിലാ തരാനുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു, ഡാമിലുള്ളതാണ്. അവന്റെ പേര് അവൻ മരിച്ചും പോയി. എന്തോ വണ്ടി ആക്സിഡന്റ് ഉണ്ടായി അവൻ മരിച്ചു. എന്റെ 1000 രൂപയും പോയി, 1000 രൂപയുടെ പാത്രവും പോയി. തണുപ്പുണ്ടോ? ആ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട്. ഇവിടുത്തെ വെള്ളത്തിന്റെ തണുപ്പാണെന്നത്. അയ്യോ. ആഹാ, ചേച്ചി ഇതേ നമുക്ക് നല്ല അടിപൊളി സംഭാരം ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടപ്പാറ ഒരു അടിപൊളി വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കൊക്കെ വരുമ്പോൾ അതൊക്കെ എൻജോയ് ചെയ്യാം. നമുക്കിപ്പോൾ സമയമില്ല, പുള്ളി പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കാറിലൊക്കെയാണ് വരുന്നതെങ്കിൽ വാഹനം ഇവിടെ പാർക്ക് ചെയ്യാം. സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് പുള്ളി ജീപ്പിൽ നമ്മളെ മുകളിലേക്ക് കൊണ്ടുപോകും. നമ്മളിപ്പോൾ കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോകണം കേട്ടോ. കുറച്ചൊരു കയറ്റമൊക്കെ കയറി 4x4 ഒക്കെ ആണല്ലോ. അപ്പോൾ കുറച്ചൊരു കയറ്റമൊക്കെ കയറി അപ്പുറത്തൊരു സ്ഥലത്ത് ഒരു ചെറിയൊരു റിവറിൻ്റെ അടുത്ത് നമുക്ക് ചെറിയൊരു സ്ട്രീമിൻ്റെ അടുത്ത് നമ്മൾ പാർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോഴേ നമ്മൾ തൽക്കാലം വണ്ടി ഇവിടെ ദേ സൈഡാക്കി ഇടാമെന്ന് വിചാരിച്ചു. ഇനി അങ്ങോട്ട് കുറച്ച് മൺ റോഡാണ്. മൺ റോഡെന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവിയാണ്. അപ്പോൾ ജീപ്പ് മാത്രമേ പോകുള്ളൂ പുള്ളി പറയുന്നത്. ഡസ്റ്റർ 4x4 ആണെങ്കിലും ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ ഭയങ്കര പ്രശ്നമാണ്. അതുപോലെ നല്ല ഒത്ത കാടാണ്. ചിലപ്പോൾ പോകുന്ന വഴിയിൽ ആനയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്ന് നമ്മളെ പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ചേട്ടാ
നമസ്കാരം. സത്യത്തിൽ വീട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ പെട്ടുപോയതാണല്ലേ? അല്ലേ, വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ട് അതല്ലേ സത്യം? അതോ മോളിന്ന് ഉരുള് പൊട്ടി താഴെ വന്ന് വീണതാണ്? ഇതൊക്കെ നിങ്ങൾ അവിടെ വന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളുടെ ഒരു സംഭവങ്ങളൊക്കെ അറിയാം, മനസ്സിലാവാണ്. ഓക്കെ, എനിക്ക് നിങ്ങളുടെ വണ്ടി ആ സൈഡിൽ അവിടെ കയറ്റിയിടാം. ആ സൈഡിലേക്ക് കയറ്റിയിട്ട് കഴിക്കാം. കുഴപ്പമില്ല, സേഫ് അല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇല്ല ചേട്ടാ, ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട്? അടച്ച് ഒരു 3/4 മണിക്കൂർ. 3/4 മണിക്കൂറുണ്ട് ഇവിടെ നിന്ന്. എൻ്റെ പൊന്ന്, അപ്പൊ നമ്മളൊന്നുമല്ല. അയ്യോ, എന്താ ഈ മിക്സിയിലിട്ട് അടിച്ചണക്കായ? ജ്യൂസ് വരുവായ? ഷേക്കായ ജ്യൂസായ? അത് കറക്റ്റടാ. ഒരു സ്ഥലം കിടു കേട്ടോ, ഒരു രക്ഷയില്ല. സ്ഥലം ചേട്ടനടുത്ത് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. ആദ്യം ഫുഡ് കഴിച്ചിട്ട് അവൻ തളർന്നു പോയി. അത് മംഗൾ ഡാമാ? ഓക്കെ ഓക്കെ ഓക്കെ. ഭയങ്കര വലിയ റൂം കേട്ടോ, നല്ല സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ ഒരു 4-5 പേർക്ക് ഇതിനകത്ത് കിടക്കാം. ഇത് ഹോളാണ് കേട്ടോ, ഇത് വലിയൊരു ഹോള്. അത് കഴിഞ്ഞ് ഇപ്പുറത്തെ അടുത്ത ബെഡ്. ഇത് സിംഗിൾ ബെഡ്റൂമാണ്, എന്നാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണെന്ന് പറയാം. ഇത് കിച്ചനാണ്, ഇതിനെ എക്സ്റ്റൻഷൻ ചെയ്ത്. ഇവിടെയൊക്കെ അടിപൊളി കേട്ടോ, വൈകുന്നേരമൊക്കെ ഇരിക്കാൻ സൂപ്പറായിരിക്കും. ഫിഷൊക്കെ ഇവിടെ കിട്ടും, മേടിച്ചോണ്ട് വരും. അപ്പൊ ചേട്ടാ, ഈ ഡീസലൊക്കെ എങ്ങനെ കിട്ടും? അതിനായിട്ടൊരു ട്രിപ്പ് പോകണമല്ലോ അല്ലേ? സ്വയം മനണ്ടി ചേട്ടനൊന്ന് പരിചയപ്പെടുത്തിയേ. എൻ്റെ പേര് ആൻ്റണി. അപ്പോൾ ഈ റിസോർട്ടും കാര്യങ്ങളുമൊക്കെ നേരത്തെ നമ്മൾ തന്നെ 1993 തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഒരു ബൈസൺ കൺട്രി റിസോർട്ട്സ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അതിൻ്റെ പേര്. ചാക്കോളാസ് എന്ന് പറയുന്ന ഒരു ജ്വല്ലറി അല്ലേ? ജ്വല്ലറി ഉണ്ടായിരുന്നു അല്ലേ? വർഷങ്ങൾക്ക് മുന്നേ ചാക്കോളാസ് എന്ന് പറഞ്ഞ് തൃശ്ശൂരും വടക്കഞ്ചേരിയൊക്കെ എൻ്റെ ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. പാലക്കാട്. യെസ്. അപ്പോൾ പണ്ട് നമുക്ക് തൃശ്ശൂരിൽ സ്വർണം മേടിക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ പൊയ്ക്കൊണ്ടിരുന്ന ഒരു ജ്വല്ലറി ആയിരുന്നു. പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, ഇന്ന് ഞങ്ങൾ തന്നെ ഇവിടെ എത്തിപ്പെടാൻ വളരെയേറെ കഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് ഇതൊരു ട്രെൻഡിങ് ആണെന്ന് പറയാം. ചേട്ടൻ എങ്ങനെയാണ് ഈ കാട്ടിനകത്ത് ഇവിടെ എത്തിപ്പെട്ടത്? അന്ന് ശരിക്കും നിങ്ങൾ ഇന്ന് വരുന്ന പോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ശരിക്കും അന്ന്. അപ്പോൾ നമ്മൾ ആ അനുഭവം എന്ന് പറഞ്ഞാൽ പറഞ്ഞുതരാം. ഞങ്ങൾ ഇവിടെ കയറി വന്നപ്പോൾ ഒരു ടെററായിരുന്നു സംഭവം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇത് ഇത്രയും ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു ഓഫ് റോഡ് ഞാൻ ഇതുവരെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അത് ഓടിച്ചിട്ടും എത്താത്ത പോലത്തെ ഒരു റോഡായിരുന്നു. അതെ.
പിന്നെ നമ്മളിതെല്ലാം യൂസ്ഡ് ചെയ്ത് അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 1 hour ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂറിന് ഞങ്ങളും അങ്ങനെ ഡാബ് വരും, അത്രയ്ക്കേ ഉള്ളൂ ശരിക്കും. ഞാനത് ഇങ്ങോട്ട് വന്നപ്പോൾ നോട്ടീസ് ചെയ്തു, ഞാനും എൻ്റെ ഫാമിലിയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട് കേട്ടോ. ജഗദീഷ് ഈ അടുത്ത കാലത്തായിട്ട് പറഞ്ഞ ഒരു ടിക്ടോക്കിൽ അല്ലെങ്കിൽ ജഗദീഷ് പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഈ എക്സ്പേർട്ട് ഡ്രൈവേഴ്സ് ഓടിക്കുമ്പോഴത്തേക്ക് അവർ ആ ടേണിംഗ് ഒക്കെ എടുക്കുന്ന ഒരു ഫീലുണ്ട്. അതാണ് ശരിക്കും ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ വന്ന ഒരു ഓഫ് റോഡ് ഉണ്ടല്ലോ, ഈ ഓഫ് റോഡിൽ എപ്പോഴെങ്കിലും ഒരു ടാസ്ക്, അതായത് എവിടെയെങ്കിലും വെച്ചിട്ട് ചേട്ടന് ഇങ്ങോട്ട് കയറി പോരാൻ പറ്റാതൊക്കെ ആയിട്ടുണ്ടോ? ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഇല്ല, ഒരിക്കലും. ഈ മഴയുള്ള സമയത്തൊക്കെ കയറി പോയിട്ടുണ്ട്? എപ്പോഴും കയറി വരുന്നു. നമ്മൾ സ്ഥിരം ഫുൾ ടൈം ഇവിടെ ത്രൂ ഔട്ട് ദ ഇയർ നമ്മളിവിടെ ഉള്ളതാണ്. ഓക്കെ. ഇനി എൻ്റെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പൊതുവെ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ എൻ്റെ ആദ്യത്തെ അന്വേഷണം ഇവിടെ ആന ഉണ്ടോ എന്നുള്ളതാണ്. ആന വരുന്ന വഴിയിലൊക്കെ എനിക്കിങ്ങനെ ഒരു പ്രസൻസ് ഫീൽ ചെയ്തു. അല്ല, ആന ഉണ്ട്. ഒരു വർഷത്തിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു 3 മാസം 4 മാസം ഒരു ടൈം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തോട്ടത്തിൻ്റെ പരിസരത്തും ഒക്കെ ആനയുണ്ടാവും. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഈറ്റക്കാട് ഞാൻ കണ്ടായിരുന്നു. വരുന്ന വഴിക്ക് തന്നെ ആനയുണ്ടാവും. പലപ്പോഴും നമ്മളൊക്കെ നേരിട്ടൊക്കെ കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും അത് നമ്മൾ ഉപദ്രവിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല. ഈ പ്രോപ്പർട്ടി ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, കൃഷിയൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ഒത്ത കാടിന് നടുക്കാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ആനിമൽ സൈറ്റിംഗ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആനിമൽ സൈറ്റിംഗ് ഒക്കെ. ഏതൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത്? മാനാണ് കൂടുതൽ ഉള്ളത്. പക്ഷെ ഇത് നമ്മുടെ ഒരു ബൗണ്ടറി നമ്മുടെ പാരമ്പര്യക്കുളം ടൈഗർ റിസർവ് ആണ് ശരിക്കും. ഇപ്പൊ ഇവിടെ പുലിയൊക്കെ ഉണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പണിക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, പുലിയെ കണ്ടിട്ടുണ്ട്. നടന്ന് ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചാലോ? ഈ കാട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കാടിനൊരു വലിയ പ്രശ്നമുണ്ട്. കാട്ടിൽ ഇരുട്ട് വീഴുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. പെട്ടെന്ന് കാട്ടിൽ അങ്ങ് ഇരുട്ട് വീഴും. അപ്പോൾ അതാണിത് ഇവിടെ സംഭവിച്ചത്. നമ്മൾ ജസ്റ്റ് ഒരു 10 minutes ആയതേ ഉള്ളൂ നടക്കാനായിട്ട്. നടന്നു തുടങ്ങിയതും ദേ കണ്ടോ, രാത്രിയായി തുടങ്ങിയെന്ന് പറയാം. രാത്രിയായി തുടങ്ങുമ്പോൾ തന്നെ കാടിൻ്റെ ഭാവവും മാറും. എന്തൊരു സൗണ്ട് കേട്ടോ കേട്ടോ, എന്താണെന്ന് അറിയാൻ പോയാ. അപ്പോൾ കുട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഓടി കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ ഇതേ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഗ്രില്ലൊക്കെ റെഡി ആവുകയാണ് കേട്ടോ. കുറച്ച് തീയൊക്കെ കാഞ്ഞു ഇവിടെ ഇരിക്കാം. ഈ തണുപ്പത്ത് കുറച്ച് കഥകളൊക്കെ പങ്കുവച്ചാലോ? ചേട്ടാ, ഇവിടെ പൊതുവെ പാമ്പുകളൊക്കെ കാണാറുണ്ടോ? പാമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. മെയിനായിട്ടുള്ള പാമ്പുകൾ എന്ന് പറഞ്ഞാൽ ചുരുട്ടാന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണ്. അതെനിക്ക് തോന്നുന്നത് ഒരു ക്രേറ്റിൻ്റെ വകഭേദമാണ്. പക്ഷെ അത് പോയിസണസ് ഒന്നുമല്ല. ചെറിയ നീരും കാര്യങ്ങളൊക്കെ വരും. ചെറിയൊരു ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത്ര ക്യൂർ ചെയ്യാനുള്ള കാര്യങ്ങൾ മാത്രമാണ്. പിന്നെയുള്ള പച്ചിലക്കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ സാധനങ്ങളാണ്. എൻ്റെ വേറൊരു ഡൗട്ട് എന്ന് പറയുന്നത്, ഈ ആൾട്ടിറ്റ്യൂഡ് അനുസരിച്ചിട്ട് പാമ്പിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? അതിൻ്റെ വിഷം കുറയും. അങ്ങനെയുണ്ട്. ഈ മല മുകളിലോട്ട് എത്തും തോറും ഇതിന്റെ വിഷം കുറയും. ഓ, എന്താ തണുപ്പ് കൂടുമ്പോൾ? ഓന്തുകളെ പറ്റി നമ്മൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. പറക്കുന്ന ഓന്തുകൾ മുതൽ പല സൈസ്, പല വലുപ്പത്തിലും പല കളറിലുള്ള ഓന്തുകൾ നമ്മൾ നാട്ടിലിവിടെ കാണാറുണ്ട്. പുൽച്ചാടിയുടെ ഒരു 6 ഇഞ്ച് നീളമുള്ള പുൽച്ചാടികളുടെ ഫോട്ടോ സാധനം നമ്മുടെ പഴയ ഇതിനകത്തുണ്ടായിരുന്നു. ഈ ഓരോരുത്തരും കഴിക്കുന്ന രീതി ഞാനിങ്ങനെ നോക്കുകയായിരുന്നേ. വൈഫ് കഴിക്കുന്ന ആസ് യൂഷ്വൽ നോർമലി കഴിക്കുന്ന പോലെ. പക്ഷെ നമ്മുടെ ചേട്ടൻ കഴിക്കുന്നുണ്ടോ, ഭയങ്കര ആസ്വദിച്ചാണ് കഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ ഇങ്ങനെ ഗസ്റ്റ് വരുമ്പോൾ മാത്രമാണല്ലോ ഇവർക്ക് ഈ ഗ്രില്ലൊക്കെ കഴിക്കാൻ പറ്റുന്നത്. ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിരുന്ന് തിരിച്ചിറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, അതേ നോക്കി നമ്മുടെ പുൽനാമ്പുകളിൽ അങ്ങനെ മഞ്ഞു തുള്ളികൾ ഇട്ടിട്ടിരിക്കുന്ന കാഴ്ച കേട്ടോ. രാത്രിയായപ്പോൾ മഞ്ഞ് പെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു നല്ല തണുപ്പൊക്കെ നമ്മളെ തേടിയെത്തി ഇവിടെ. ഇത്തരം റിമോട്ടായിട്ടുള്ള പ്ലേസുകളിൽ പോകുമ്പോൾ ചില ക്യാരക്ടേഴ്സ് നമ്മുടെ മൈൻഡിലങ്ങ് പതിയും. അത്തരത്തിലൊരു ക്യാരക്ടറാണ് ഇതും കേട്ടോ. നമ്മളെ ചില നടന്മാരൊക്കെ ഇങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നേരം ഈ മഞ്ഞ് വീഴ്ചയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസമാണ്. ഇനി എൻ്റെ സ്വപ്നം നാളത്തെ പുലരിയാണ്. ഇതെന്താണെന്ന് മനസ്സിലായോ? ആർക്കെങ്കിലും മനസ്സിലായോ?
ശരിക്കും റിസോർട്ടിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അതിശയിച്ച് നിന്നുപോയൊരു കാഴ്ചയാണിത്. അകത്തേക്ക് തള്ളിക്കയറുന്ന മഞ്ഞ് പടലങ്ങളാണ്, മഞ്ഞ് കണങ്ങളാണ് നമുക്ക് ഈ കാണാൻ കഴിയുന്നത്. ഒന്ന് ഡോറ് തുറന്നതും അകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ് ഈ മഞ്ഞ് കണങ്ങൾ. ഈ ഒരു കാഴ്ച എനിക്ക് തോന്നുന്നു ഇന്ന് വരെ ആരും കണ്ടു കാണത്തില്ല അല്ലേ? ഇത്രയും മഞ്ഞിങ്ങനെ റൂമിനകത്തേക്ക് തള്ളിക്കയറാൻ നിൽക്കുന്ന ഒരു കാഴ്ച. ശരിക്കും ഇത് കാണുന്ന ഏതൊരു സഞ്ചാരിയുടെയും മനസ്സിൻ്റെ ഉള്ളിലേക്കാണ് ഈ മഞ്ഞ് കയറി ചെല്ലുന്നതെന്ന് പറയാം. ഇതിങ്ങനെ ശ്വസിച്ച് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ആ ശ്വാസം നാളം പോലും തണുത്ത് വിറയ്ക്കുമെന്നുള്ളതാണ്. പതിവിലും നേരത്തെയാണ് ഇന്ന് ഞാൻ ഉണർന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കാഴ്ച പ്രകൃതി കാണാനായിട്ട് എന്നെ മുട്ടി വിളിച്ചതായിരിക്കും. കാരണം ഇതൊക്കെ നമുക്ക് മിസ്സായി പോയാൽ ലൈഫിൽ പിന്നെ ഒരിക്കലും കിട്ടാത്ത കാഴ്ചകളാണ്. ഓരോ സ്ഥലത്തിനും ഓരോ കഥകളും ഓരോ കാഴ്ചകളും ഉണ്ട്. ഈ മഞ്ഞിൽ വരയിട്ട് പോകുന്ന തുമ്പികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. എരി നൽകുന്ന കുരുമുളക് പോലും ദേ നോക്കി തണുത്ത് വിറച്ച് നിൽക്കുന്നു. പ്രകൃതിയുടെ മുന്നിൽ മുട്ടുമടക്കിയെന്ന് പറയാം. നമ്മുടെ ആൻ്റണി ചേട്ടനെ ഒന്ന് ആലോചിച്ച് നോക്കിയതാണ് ഞാൻ കേട്ടോ. ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ഒരു നിഷ്കളങ്കനായ ഒരു സ്നേഹമുള്ളൊരു മനുഷ്യൻ. ഇവിടെയുള്ള തുമ്പികൾക്കും മഞ്ഞു തുള്ളികൾക്കും പൂക്കൾക്കും ചെടികൾക്കും ഒക്കെ അദ്ദേഹത്തിനോട് ഭയങ്കര സ്നേഹമാണ്. അദ്ദേഹത്തിനോട് സംസാരിക്കാറുണ്ടെന്ന് പോലും എനിക്ക് തോന്നാറുണ്ട്. കാര്യം അത്രയ്ക്കൊരു ആത്മബന്ധമാണ് അവർ തമ്മിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1993 ആരും എത്താതിരുന്ന ഈ ഒരു സ്ഥലത്ത് എത്തുകയും ഇവിടെ ഇഷ്ടപ്പെട്ട് ഇവിടെ തന്നെ താമസം തുടങ്ങുകയും ചെയ്ത അദ്ദേഹം റീപ്ലാന്റിംഗ് ഒക്കെ നടത്തി, കോഫിയൊക്കെ വെച്ച് പിടിപ്പിച്ചു. ഇവിടെ അങ്ങ് കൂടി, ഇവിടുത്തെ മരങ്ങളോടൊപ്പവും ഇലകൾക്കൊപ്പവും അങ്ങ് ഇവിടെ കൂടിയെന്ന് പറയാം. ഇന്ന് ഇവരുടെയൊക്കെ ഒരു വലിയ കൂട്ടുകാരനാണ് നമ്മുടെ ഈ ആൻ്റണി ചേട്ടൻ. നീല വെളിച്ചമൊക്കെ മാറി ദേ പ്രകൃതി അങ്ങനെ പതുക്കെ പുലർന്നു തുടങ്ങി. ഭയങ്കര രസമുണ്ട്. നമ്മളെ ചേട്ടൻ ദേ തോട്ടത്തിലേക്ക് പണിക്ക് പോവുക കേട്ടോ. ഒരാളുടെ പോക്കും മറ്റൊരാളുടെ വരവും. നമ്മുടെ ചേട്ടൻ ദേ തോട്ടത്തിലേക്ക് പണിക്ക് പോയപ്പോൾ കുറച്ച് ഹിന്ദിക്കാർ ഇവിടെ പണിക്കായിട്ട് തിരിച്ചു വന്ന കാഴ്ച ഭയങ്കര മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമേ. നമ്മൾ നടക്കുന്ന വഴിയുടെ ഒരു മനോഹാരിത നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിളാണ് ദേ ഈ കാണുന്നത്. എത്ര കൊമ്പനാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. പ്രകൃതി അതിൻ്റെ മുന്നിൽ ആ കൊമ്പനെ വരെ അലിയിച്ച് കളഞ്ഞു എന്നുള്ളതാണ്. മല കയറി വന്ന ഉശിരൻ കിടക്കുന്ന കിടപ്പ് കണ്ടോ? തണുത്ത് വിറച്ച് വിറങ്ങലടിച്ച് കിടക്കുന്ന ഒരു കാഴ്ച. നിങ്ങളൊക്കെ നിങ്ങളെ കുട്ടികളോടൊപ്പം കുറച്ച് നേരം കളിച്ചിട്ട് എത്ര ദിവസമായി കാണും, അല്ലെങ്കിൽ എത്ര കാലമായി കാണും? നമുക്കൊന്നും തീരെ സമയം കിട്ടാറില്ലല്ലേ ഇപ്പോൾ. ഇങ്ങനെ വരുന്ന ട്രിപ്പുകൾ മാത്രമാണ് അതിനൊരു വേദി ഒരുക്കുന്നതെന്ന് പറയാം. ഇതൊക്കെയല്ലേ ലൈഫിലൊരു രസം, ഒരു മെമ്മറീസ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റുന്നത്. എൻ്റെ യാത്രകളെല്ലാം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓരോ സ്ഥലവും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത്തരത്തിലുള്ള ഒരു യാത്രയായിരുന്നു ഇതും. ഡെയിലി ലൈഫിൽ നമുക്കിപ്പോൾ കിട്ടുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത് വാട്സപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ഒക്കെ ആണല്ലേ. എന്നാൽ ഇവിടെ വന്നാൽ അതൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നമുക്ക് കിട്ടുന്നത് കിളികളുടെയും പൂക്കളുടെയും മഞ്ഞു തുള്ളികളുടെയൊക്കെ നോട്ടിഫിക്കേഷൻസാണ് രാവിലെ. അതാണ് ദേ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഇവിടെ വന്ന് താമസിക്കുമ്പോൾ നമ്മളൊന്ന് റിഫ്രഷ് ആവും കേട്ടോ. ശരിക്കും ഒന്ന് റീചാർജ് ആവും. അടുത്ത ഒരു 3-4 മാസത്തേക്ക് നമുക്ക് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ ജോബിനായിട്ടുള്ള എല്ലാ എനർജിയും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ദേ ഈ മഞ്ഞത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നതും എൻ്റെ മനസ്സിലേക്ക് വരുന്നതും ഒരൊറ്റ ഫ്രെയിമല്ലേ. നമ്മുടെ കൊടൈക്കനാലിലെ പോളൂരിലെ ശശിയേട്ടൻ്റെ അവിടെ പോയിരുന്ന് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഈ ശശിയേട്ടനും ഇദ്ദേഹവും തമ്മിൽ, ആൻ്റണി ചേട്ടനും തമ്മിൽ എവിടെയൊക്കെ ഒരു ബന്ധമുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ശശിയേട്ടൻ 93 കൊടൈക്കനാലിൽ നിന്ന് പോളൂർ വന്ന് എത്തപ്പെട്ടതും ഇദ്ദേഹം നമ്മുടെ ആൻ്റണി ചേട്ടൻ 93 ഈ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തത്. അത് വല്ലാത്തൊരു കോയിൻസിഡൻസ് ആയിപ്പോയി. ഹിന്ദിക്കാർ രാവിലെ തന്നെ വന്നപ്പോൾ പണി തുടങ്ങി കേട്ടോ. ഏലം ക്ലീനിങ്ങും ഏലം കാ പറിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളാണ്. യെസ്, അപ്പോൾ
മോർണിംഗ് വൈബൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പൊളി വൈബായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ ഞാൻ ക്യാമറയായിട്ട് ഇങ്ങനെ ഓടി നടക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഒരു ചെറിയ ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അത് എവിടേക്കാണ് പോകുന്നതെന്ന് നോക്കാം. ചേട്ടാ എവിടെയാണ് പോകുന്നത്? നമ്മൾ പഴയൊരു റിസോർട്ട് ഉണ്ടായിരുന്നു, അത് നമ്മളിപ്പോൾ പുതിയതായിട്ട് അതൊന്നും കൂടെ ശരിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടം വരെ പോയി കാണാം. ഓക്കെ, അത് വീണ്ടും മലയുടെ മുകളിലേക്കാണ്? മലയുടെ മുകളിലാണ്. നമ്മൾ താഴെ നിന്ന് ഇങ്ങോട്ട് കയറി തുടങ്ങിയതിൻ്റെ ക്ലൈമറ്റ് ടോട്ടലി ചേഞ്ച് ആയി, ഫുള്ള് കോടയായി തുടങ്ങി. ഇനി എനിക്ക് അങ്ങോട്ട് വന്ന് ഫുള്ള് കോട തന്നെ ആയിരിക്കും, കാരണം നമ്മൾ കുറച്ച് ഹൈറ്റ് കയറി വരികയാണല്ലോ. ചില ഫ്രെയിമുകളൊക്കെ കാണുമ്പോൾ നമുക്ക് വീട്ടിൽ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലത്തെ ഒരു ഫ്രെയിമാണിതും. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അടുത്ത ട്രിപ്പ് എന്തായാലും ഇങ്ങോട്ട് തന്നെ ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത കുറേ പേരെങ്കിലും ഉണ്ടാവും അല്ലേ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ഫ്രെയിമും ക്ലൈമറ്റും ഒക്കെയാണ് ഇവിടെ. നിങ്ങളുടെ ഉള്ളിൽ പലർക്കും ഇപ്പോൾ കൊതിയായി കാണുമല്ലേ ഒരു ദിവസം ഇവിടെ വന്ന് താമസിക്കാനായിട്ട്. യെസ്, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയെന്ന് തോന്നുന്നു കേട്ടോ. ഫുള്ള് ഇലക്ട്രിക് ഫെൻസാണ്. എൻ്റെ അമ്മ, പൊളിന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. വേണ്ട, ഇലക്ട്രിക് ഫെൻസേ പതുക്കെ റിമൂവ് ചെയ്യുക, കാരണം ഇവിടെ അത്യാവശ്യം നല്ല ആനയുടെ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴും ഇവർ ഇലക്ട്രിക് ഫെൻസ് ഓണാക്കി ഇട്ടിരിക്കും. എന്തായാലും ഒരു പൊളി പ്രോപ്പർട്ടിയിലേക്കാണ് ദേ നമ്മൾ കടക്കാൻ പോകുന്നതെന്ന് പറയാം. നമ്മുടെ ആൻ്റണി ചേട്ടൻ്റെ സ്വർഗത്തിലേക്ക് നമ്മളങ്ങോട്ട് എൻട്രി ആവാൻ പോവുകയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ മനുഷ്യന് ഇവിടെ ഉള്ള കിളികളോടും മരങ്ങളോടും ഇലകളോടും മൃഗങ്ങളോടും ഒക്കെ ഭയങ്കര കാര്യമാണ്. ഇദ്ദേഹം വന്നപ്പോൾ ഈ കിളികളൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ, അവരുടെ നാഥൻ വന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. ഇതൊക്കെ നമുക്ക് ഇവിടെ വന്ന് റിയലൈസ് ചെയ്താലാണത് മനസ്സിലാവുന്നത് കേട്ടോ. കാലത്തിന് മുന്നേ സഞ്ചരിച്ച ഒരു സഞ്ചാരി തീർത്ത അയാളുടെ സ്വപ്നങ്ങളാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. 1993 സ്റ്റാർട്ട് ചെയ്ത കെട്ടിടങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ നമുക്കിത് ചിന്തിക്കാൻ കൂടി കഴിയുന്നില്ല, കാരണം 2023 ആകുമ്പോൾ 30 വർഷമാവുകയാണ്. ഈ സമയത്താണ് നമ്മളിൽ പലരും അറിയുന്നത് ഈ കാടിനകത്ത് ഇങ്ങനെ ഒരു റിസോർട്ട് ഉണ്ടെന്ന് പോലും. അപ്പോൾ എത്ര കാലം മുന്നേ അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാലും ഞാൻ അതിശയിച്ചു പോകുന്നത് 1993 അദ്ദേഹം ഇവിടെ വന്നിട്ട് എന്തായിരിക്കും അവസ്ഥ. അന്ന് റിസോർട്ട് കെട്ടി ഇവിടെ ആൾക്കാർ വന്നു കാണോ. ഇന്നൊക്കെയല്ലേ നമ്മളൊക്കെ ഓഫ് റോഡൊക്കെ തുടങ്ങിയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെയുള്ള പ്ലേസിലൊക്കെ പോകുന്നത്. അന്ന് എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? അദ്ദേഹത്തിന് എത്രത്തോളം സപ്പോർട്ട് കിട്ടിക്കാണോ ഇവിടെ നിന്ന്? ഇത് കംപ്ലീറ്റ് പണി കഴിഞ്ഞാൽ അടിപൊളിയാവുമല്ലേ. ഇതിപ്പോ ചേട്ടാ ഒരു റൂമല്ലേ? ഇതൊരു റൂം അല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ 5 കെട്ടിടത്തിലെ 10 റൂം. അപ്പുറമായിട്ട് 2 റൂം. ആക്ച്വലി നമ്മൾ നേരത്തെ താമസിച്ച സ്ഥലത്തു നിന്ന് ഒരുപാട് മുകളിലേക്ക് കയറി വന്ന കേട്ടോ. ആൾട്ടിറ്റ്യൂഡ് വൈസ് കുറച്ചുകൂടെ ഹൈറ്റിലെത്തിയെന്ന് പറയാം. അപ്പോൾ ഇവിടെയാണ് ഇവരുടെ പുതിയ റിസോർട്ട്സ് വരാൻ പോകുന്നത്. അതിൻ്റെ കുറച്ച് കെട്ടിടങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് പണ്ട് തുടങ്ങിയതാണ് കൺസ്ട്രക്ഷൻ, പക്ഷേ ഇടയ്ക്ക് വെച്ച് നിർത്തി വെച്ചു, വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ വരുമ്പോൾ ഇതിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ ഇവിടെ താമസിക്കാം. പൊളി വൈബ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ എൻ്റെ പൊന്ന് മച്ചാന്മാരെ, ഒരു രക്ഷയില്ലാത്ത വൈബ് കേട്ടോ. ഇവിടെ വരുമ്പോഴെന്ന് പറഞ്ഞാൽ ഒത്ത കാടിന് നടക്ക് ഫുള്ള് കോട പുതച്ച് കിടക്കുന്ന മലനിരകൾക്കിടയിൽ ഇതേ ഇങ്ങനെ ചെറിയ ചെറിയ കൂടാരങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് പറയാം. ഇത് നമ്മൾ വേറെ ലെവലാക്കും കേട്ടോ. ഈ സ്ഥലം ഇന്ന് വരെ നിങ്ങൾ കണ്ടതിൽ വെച്ച് കിടു ഒന്നും പറയാനില്ല. ഇതേ താഴെ കണ്ടോ, അവിടെയാണ് നമ്മൾ താമസിച്ചത്. ശരിക്കും നമ്മൾ ഇത്രയും മുകളിൽ കയറി വന്നു എന്നുള്ളതാണ്. അവിടെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ആയിരുന്നു, രാവിലെയൊക്കെ നല്ല കോടയായിരുന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഇത്രയും ഹൈറ്റിൽ കയറി വന്നു. യെസ്, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മളെ കൊടുങ്കാടിനകത്തെ ഒരു ടെമ്പിളാണ്.
ഒരു ശാസ്താ ടെമ്പിൾ, ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രമാണിത്. ഇത് വർഷത്തിലാകെ ഒരു ദിവസം മാത്രമേ ഓപ്പൺ ആവത്തുള്ളൂ. മകരവിളക്കിൻ്റെ അന്ന് മാത്രമാണ് ഈ ക്ഷേത്രത്തിൽ പൂജ നടക്കുന്നത്. അന്ന് മാത്രമാണ് ഇത് ഓപ്പൺ ആവുന്നതെന്നാണ് നമ്മുടെ ആന്റണി ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അന്ന് പുറത്തുനിന്നൊക്കെ ജീപ്പിലെ ആൾക്കാർ ഇവിടെ വന്ന് പൂജയൊക്കെ ചെയ്ത് പോകാറുണ്ടത്രേ. ഇത് കണ്ടു, ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ വിശ്വാസം വന്നില്ലല്ലോ. ഫുള്ള് ആന ചവിട്ടിയിട്ടിരിക്കുന്നതാണ് കണ്ടോ. മൊത്തം ആന കയറി മേഞ്ഞിരിക്കുക. എല്ലാ കൽവിളക്കുകളൊക്കെ തട്ടി തെറിപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ആനയുടെ നല്ല പ്രസൻസ് ഉള്ളൊരു ഏരിയ ആണിത്. നമ്മൾ അതിവിജയകരമായി ട്രെക്കിംഗ് ഒക്കെ പൂർത്തിയാക്കി ഇതേ വീണ്ടും നമ്മുടെ കൊട്ടാരത്തിലെത്തി. പോയി അടിപൊളിയായിരുന്നു. അയ്യോ ഫുള്ള് കോടായിരുന്നു. അട്ട കിട്ടി, കുറെ കഴി കിട്ടി, എന്നാലും ഭയങ്കര രസമായിരുന്നു. ഫുള്ള് കോടായിരുന്നു. അടിപൊളിയാവും. നമ്മൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇതേ ഏലമൊക്കെ പറിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഔ, നല്ല ഉച്ചയ്ക്ക് അടിപൊളി ഊണാണ്. ഊണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഊണ്. അതായത് നല്ല നാടൻ ഊണ്, മീൻകറിയും ചിക്കൻ കറിയൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ഇത് തള്ളുന്നല്ല കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇവിടുത്തെ ഫുഡായിരിക്കും. കിട്ടു ഫുഡാണ്, ഒരു രക്ഷയില്ലാത്ത ഊണാണ് ഉച്ചയ്ക്ക്. ഇവിടെ ഞാൻ പരിചയപ്പെടുത്തിയില്ലെങ്കിലും നിങ്ങൾ ഇവിടെ വരുമ്പോൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹമാണ് ഇദ്ദേഹം കേട്ടോ. കാരണം ഇവിടുത്തെ ഫുഡ് അമ്മാതിരി ടേസ്റ്റാണ്. ഞങ്ങൾ ഓവർലോഡായെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഫുഡ് കഴിച്ച് ഞങ്ങളൊക്കെ ടയേർഡായി. അപ്പോൾ ഇദ്ദേഹത്തെ എന്തായാലും നിങ്ങൾ തിരക്കാതെ പോകത്തില്ല. ചേട്ടാ, ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് മീൻകറി, ചിക്കൻ കറി, ചോറ്, എല്ലാം അടിപൊളിയായിരുന്നു. ഇഡ്ഡലി ഒക്കെ കിടിലമായിരുന്നു. ഒരു രക്ഷയില്ലാത്ത ഫുഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ പുള്ളി വേണ്ട വിധിയിൽ എല്ലാ രീതിയിലും പുള്ളി ഉണ്ടാക്കി തരും അല്ലേ. എന്ത് സാധനം വേണമെങ്കിലും പുള്ളി അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരും. അപ്പോൾ എന്തായാലും കണ്ടാലും പരിചയപ്പെട്ടാലും സന്തോഷം. ഓക്കെ, ചേട്ടൻ്റെ പേര്? രാധാകൃഷ്ണൻ. എവിടെ സ്ഥലം? കാരപ്പറ്റ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട്. അത് ചിലപ്പോൾ കേൾക്കുമ്പോൾ ഇവിടുത്തെ തുമ്പികളും മഞ്ഞു തുള്ളികളും കാടും ഇലകളും മരങ്ങളും ഒന്നും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇത് മേടിച്ചതിന് ശേഷം നമ്മൾ കുറേ പ്ലാന്റിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്ന കാരണം നമ്മൾ ഈ തോട്ടം വേറൊരു ആൾക്ക് കൊടുത്തു. പുള്ളിയുടെ പേര് അബ്രഹാം കല്ലമണ്ണിൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ. പുള്ളിയുടെയാണ് ശരിക്കും പറഞ്ഞപ്പോൾ ഈ തോട്ടം. അപ്പോൾ ഞാനിത് ഇവിടെ ജസ്റ്റ് ഇതെല്ലാം നോക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നു മാത്രമേ. സത്യത്തിൽ വീട്ടിൽ പോകാൻ പറ്റാതെ ഇവിടെ പെട്ടുപോയതാണല്ലേ. അല്ലേ, വർഷങ്ങൾക്ക് മുന്നേ വന്നിട്ട്. അതല്ലേ സത്യം. യെസ്, അപ്പോൾ ഈ കോട്ടേജിന് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ഫുൾ കോട്ടേജിന് വരുന്നത് 5000 റുപ്പീസാണ് കേട്ടോ. ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുപോലെ ജീപ്പിന് വൺ സൈഡ് ഒരു 1000 റുപ്പീസാണ്. ദെൻ ഫുഡൊക്കെ നോർമൽ റേറ്റാണ്, നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് താമസിക്കാം. ഇനി മുകളിൽ കോട്ടേജസ് അധികം താമസിയാതെ തന്നെ ഓപ്പൺ ആവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വന്ന് താമസിക്കാം. പൊളി കോട്ടേജസ് ആണ് എല്ലാം. പിന്നെ ഓഫ് റോഡൊക്കെ ഒന്ന് റൈഡ് ചെയ്യണമെന്നുള്ളവർക്ക് ഓൺ വെഹിക്കിളിലൊക്കെ വന്ന് അടിച്ചു പൊളിക്കാം. ഇല്ലാത്തവർ താഴ്ന്ന ജീപ്പിൽ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ആന്റണി ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാവിധ സപ്പോർട്ടും ആന്റണി ചേട്ടനിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. യെസ്, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെല്ലൈക്കനും ഓളും കൂടെ പ്രസ് ചെയ്തേക്കണം. ദെൻ ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ വാരി വിതറിയേക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയിലും ഞാൻ യാത്രാ വിവരണങ്ങളും കുറേ വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പറ്റുന്നുള്ളവർ അതും കൂടെ ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അടുത്തൊരു കിഡ് ടു ട്രാവൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.